ഇത്തവണ എലത്തൂർ മണ്ഡലവും ഏറെ ചർച്ചാ വിഷയമാകുന്നുണ്ട്, ശ്രദ്ധാകേന്ദ്രമാവുന്നുണ്ട്. എ കെ ശശീന്ദ്രൻ എൻസിപിക്ക് വേണ്ടി LDFന് വേണ്ടി ഇവിടെ മത്സരിക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് UDF ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ തന്നെ എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പോയി രാവിലെ തുടങ്ങണം, അങ്ങനെയാണ് തുടക്കം അല്ലേ? അമ്പലങ്ങളിൽ എത്താൻ പറ്റുന്നിടത്തെല്ലാം എത്താറുണ്ട്. അത് ഈദ്ഗാഹ ആണെങ്കിൽ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പരമാവധി ആളുകളെ കാണാനുള്ള ഒരു ഓട്ടത്തിലാണ്. നമുക്കറിയാം, ഒരു ഇടതു കോട്ട എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എലത്തൂർ. എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്നു. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥി വരുന്നത് UDFന്. എത്രത്തോളം അത് പ്രതീക്ഷ നൽകുന്നുണ്ട്? കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നതിന്റെ ഒരു ആവേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളും മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ടുണ്ടാവും. വലിയ ആവേശമാണ് എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്തുണ്ടാകുന്ന റെസ്പോൺസ് എല്ലാം വളരെ പോസിറ്റീവാണ്. പിന്നെ അത് മാത്രമല്ല, പലരും നിങ്ങളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടത് കോട്ട, അങ്ങനെ ഒരു കോട്ടയൊന്നും എവിടെയില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 7 പഞ്ചായത്തുകൾ, അതിലൊരു പഞ്ചായത്ത് ഇപ്പൊ കോർപ്പറേഷനിലേക്ക് കയറി വന്നു. 7 പഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ ഇപ്പൊ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ ചേളന്നൂർ പഞ്ചായത്ത് കക്കോടിയാണല്ലേ. ചേളന്നൂർ പഞ്ചായത്ത് ആണെങ്കിൽ ചെറിയ ബോർഡർ നിൽക്കുന്നത്, ചെറിയ വോട്ടിനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തലക്കുളത്തൂരാണെങ്കിലും അതുപോലെ തന്നെ കുരുവട്ടൂരാണെങ്കിലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളൊന്നും എവിടെയും ഇല്ല. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ ഒരു ആത്മവിശ്വാസമാണ് കരുത്ത്. അത് ഒരു വലിയ മാറ്റമാണല്ലോ. ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, ഇതിനൊരു സാധ്യതയുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ MP രാഘവേട്ടൻ ഇവിടെ 10,000-ലധികം വോട്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് ആ ഒരു രീതിയിൽ തന്നെ വോട്ടിംഗ് പാറ്റേണിൽ ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കൈപ്പത്തിക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും UDFനാണെങ്കിലും ആളുകൾ വോട്ട് ചെയ്യുമെന്നതിന്റെ തെളിവാണല്ലോ അതൊക്കെ. മാത്രമല്ല, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എ കെ ശശീന്ദ്രനാണ് എതിർവശത്ത് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? അവിടെ തന്നെ 2 ശശീന്ദ്രന്മാരുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ചിഹ്നങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 3 ശശീന്ദ്രന്മാരുണ്ട് ഭാരതത്തില്. അപ്പൊ അതിനെങ്ങനെയാ നമ്മൾ കാണുന്നത്? അത് ഏത് രീതിയിലായിരിക്കും അതിനെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ പ്രയോജനപ്പെടുത്തുക? അല്ല, അതൊന്നും ഞങ്ങളുടെ മാറ്റർ അല്ല. ഞങ്ങളുടെ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോവുക, പരമാവധി വോട്ട് UDFന്റെ കാൻഡിഡേറ്റിന് പോൾ ചെയ്യിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ UDF ക്യാമ്പിലുള്ളൂ. മാത്രമല്ല, സ്ത്രീ വോട്ടർമാർ നിർണായകമാകും. എങ്ങനെയുണ്ട് ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഈ സ്ത്രീകൾ വോട്ടർമാരുടെ ഇപ്പം കയറി ചെല്ലുന്നിടത്ത് ഒരുപാട് സ്ത്രീകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു എക്സ്പ്രഷനും ആ ഒരു ഫീലും എന്താണോ അവരുടെ റിയാക്ഷൻ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫീലാണ് ഏത് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തും എവിടെ കയറി ചെല്ലുന്ന സമയത്തും സ്ത്രീകളുടെ ഭാഗത്തുനിന്നും യുവാക്കളുടെ ഭാഗത്തുനിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു പ്രചാരണ വിഷയം? നമ്മൾ ഈ വികസന കാര്യങ്ങൾ കൂടി അതിന്റെ ഇടയിൽ ചർച്ച ചെയ്തു പോകണല്ലോ. ഉറപ്പായിട്ടും വികസന കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ ഈ മണ്ഡലത്തിന്റെ പല ഭാഗത്തേക്കും കയറി ചെല്ലുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പ്രാദേശികമായിട്ടടക്കം വിഷയങ്ങൾ ഒരുപാടുണ്ട്. കുടിവെള്ളം എത്താത്ത ഒരുപാട് മേഖലകൾ ഈ ഒരു പ്രദേശത്ത് 6 പഞ്ചായത്തും ഒരു കോർപ്പറേഷൻ, അതായത് പഴയ പഞ്ചായത്ത് കൂട്ടിച്ചേർന്ന 6 ഡിവിഷൻസും വരുന്നിടത്തൊക്കെ പലയിടങ്ങളിലായിട്ട് തീരദേശ മേഖലയിലും അതുപോലെ തന്നെ ചെറിയ കുന്നുകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കുടിവെള്ളം എത്താത്ത വലിയ വിഷയങ്ങളുണ്ട്. ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ട് ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യപ്പെടേണ്ട ഒരു പ്രദേശമാണ് എലത്തൂരിലുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരമൊരു ഇമ്പോർട്ടൻസ് ടൂറിസം സെഗ്മെന്റ്സിൽ എലത്തൂരിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ടൂറിസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രദേശവാസികൾക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും, അവരുടെ ജീവിത നിലവാരം ഉയരും. അപ്പൊ അങ്ങനെയൊക്കെ അനന്തമായ സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ഇവിടെ ഉപയോഗപ്പെട്ടിട്ടില്ല. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് കോളേജ്, 2 ലക്ഷത്തിൽ പരം വോട്ടർമാരുണ്ട്. വളരെ സ്വാഭാവികമായിട്ടും അത്രയധികം വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളുള്ള ഒരു പ്രദേശമാണ് എലത്തൂർ. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഹയർ സ്റ്റഡീസിലേക്ക് കടന്നു വരുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല. പിന്നെ ഒരു ആഡ് ഓൺ കോഴ്സസ് ഒന്നും കോഴിക്കോട് ജില്ലയിൽ ഒരു കോളേജിലും നമുക്കില്ല. അപ്പോൾ അത്തരം സാധ്യതകൾ ഇപ്പം ഇവിടെ, അതുപോലെ സ്പോർട്സിന് സൗകര്യങ്ങൾ പലയിടത്തും കുറവാണ്. ടർഫുകളും അതുപോലെ തന്നെ കളിക്കളങ്ങളും എല്ലാം കുറവാണ്. അപ്പോൾ അത്തരം ഒരുപാട് വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ മണ്ഡലത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്റ്റേറ്റിലും ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഒരു വികസനം നിങ്ങൾ എടുത്തു നോക്കണ്ടു, UDF ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ട്. വലിയ പ്രോജക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരനായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോജക്ട്സും ഉണ്ട്. അതിപ്പം കണ്ണൂര് എയർപോർട്ട് ആണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വിഴിഞ്ഞം പ്രോജക്ട്സ് ആണെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു 80%, 90% വർക്ക് നടന്നത് UDF ഭരിക്കുന്ന സമയത്താണ്. അതിന്റെ ഇനോഗ്രേഷൻ മാത്രം
മാത്രമാണ് കഴിഞ്ഞ കുറച്ച് 10 വർഷത്തിനിടയിൽ ഈ സ്റ്റേറ്റിൽ നടന്നിട്ടുള്ളൂ. തുടങ്ങി വെച്ചതും അതിനുള്ള ഫണ്ട് അനുവദിച്ചതും അതിനുള്ള പ്രൊജക്ട് മുന്നോട്ട് നീക്കിയതും എല്ലാം UDF. അത് ബൃഹത് പദ്ധതികൾ. താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർക്ക പരിപാടി പോലുള്ള ഒരുപാട് പദ്ധതികൾ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശുചിതരംഗം ഉണ്ടായിരുന്നു, കാരുണ്യ ബെനഫിറ്റ് ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം പദ്ധതികളൊക്കെ നമുക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. അപ്പം കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ച ഗ്യാരണ്ടീസ് ഉണ്ടായിരുന്നു. കർണാടകയിൽ 5 എണ്ണവും അതുപോലെ തന്നെ തെലങ്കാനയിൽ 6 എണ്ണവും. അത് ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ വന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഈ ഒരു ഗ്യാരണ്ടീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് ഞങ്ങൾ അത് കാണിച്ചു കൊടുത്തു, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇത്തവണ കേരളത്തിലും ഞങ്ങളുടെ ഗ്യാരണ്ടി സ്കീമുമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രാഹുൽ ഗാന്ധി നന്മണ്ടയിൽ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻസ് ഈ നിയോജകമണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നാളെ അദ്ദേഹം അത് പറയുമെന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം പദ്ധതികൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടാത്ത കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതും ഈ ഒരു ഇലക്ഷനിൽ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടും. ചൂടൊരു പ്രശ്നമാകുന്നുണ്ടോ? ചൂട് കുഴപ്പമില്ല. ഇലക്ഷൻ എല്ലായിടത്തും ചൂട് തന്നെയാണല്ലോ. അതെല്ലാവരും ഒരേപോലെ ബാധിക്കുന്ന കാര്യമല്ലേ. അതിലും വലുതാണ് തെരഞ്ഞെടുപ്പ് ചൂട്. ഉറപ്പായിട്ടും. എത്രയാവും ഇപ്രാവശ്യത്തെ ഒരു ഭൂരിപക്ഷം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ജനങ്ങൾ തീരുമാനിക്കും. അപ്പൊ ഒരു അട്ടിമറി ഇത്തവണ ഉണ്ടാവും. ഉറപ്പായിട്ടും. പൊളിയാത്ത കോട്ടകളൊന്നുമില്ല. ഇത്തവണ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വിദ്യാ ബാലകൃഷ്ണൻ. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.